ഞാൻ നേരത്തെ ബ്രെയിൻ പവർ വർക്കൗട്ടിനെ കുറിച്ച് ആണ് പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് ദ ടെക്നോളജി ഓഫ് ഫീലിംഗ് സബ്റ്റിൽ എനർജീസ്, വളരെ സവിശേഷമായ ഒരു കോഴ്സിനെ കുറിച്ചാണ്. അതായത് ഇന്ന് ഈ യോഗ പ്രാണവിദ്യയുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പ്രാണിക് എനർജി ഹീലിങ്ങിൻ്റെ പാരമ്പര്യത്തിൽ മാത്രം പരിശീലിക്കപ്പെടുന്ന യോഗി സമ്പ്രദായമാണിത്. യോഗികൾക്ക് മാത്രം അറിയുമായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പഠിച്ച് പരിശീലിക്കുന്ന ആളുകൾക്ക് സ്വായത്തമാക്കാവുന്ന ചില കഴിവുകളുണ്ട്. അതായത് നമുക്ക് ഊർജ്ജമണ്ഡലത്തെക്കുറിച്ചറിയാം, ഊർജ്ജ കേന്ദ്രങ്ങളെക്കുറിച്ചറിയാം. ഒരു ശരീരത്തിന് ചുറ്റും പ്രകാശ വലയമുണ്ടെന്നും അതിന് ഓറ എന്നാണെന്നും ശരീരത്തിന് ചുറ്റും എനർജി മണ്ഡലങ്ങളുണ്ടെന്നും അതിൽ കൂടെ എനർജി സ്വാംശീകരിക്കുന്നു. ക്ലോക്ക് വൈസ് അത് ഇൻവിസിബിളായിട്ട് കറങ്ങുമ്പോൾ നമ്മുടെ ഇടാപിംഗള നാഡികളിൽ കൂടെ ഊർജത്തിൻ്റെ വിതരണം ശരീരത്തിൽ മുഴുവൻ നടക്കുന്നു എന്നൊക്കെ നമ്മുടെ യോഗ പ്രാണവിദ്യ കോഴ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമ്മുടെ ചില പരിശീലനങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നാവിൻ്റെ തുമ്പുണ്ടല്ലോ, നാവിൻ്റെ തുമ്പ് മുകളിലൊന്ന് മുട്ടിച്ച് വയ്ക്കുക. കണക്റ്റിംഗ് ടങ് ടു ദ റൂഫ് ഓഫ് ദ മൗത്ത് ഒന്ന് ടച്ച് ചെയ്യുക. ഇതിൻ്റെ ഒരു ശാസ്ത്രം, ഇതിന് കജരി മുദ്ര എന്നാണ് യോഗി ശാസ്ത്രത്തിൽ പറയുക, യോഗി പരമ്പരകളിൽ. അപ്പോൾ ഈ നാവിൻ്റെ തുമ്പ് അവിടെ റൂഫ് ഓഫ് ദ മൗത്തിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എനർജി പവർ, നമ്മുടെ ഒരു എബിലിറ്റി കൂടുന്നതായിട്ട് കാണാം. യോഗിമാരെപ്പോഴും ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നൊരു മുദ്രയാണ് ഇത്. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും, നമ്മുടെ എനർജി മണ്ഡലങ്ങൾ, അതുപോലെ നമ്മുടെ ഊർജ്ജ ശരീരമൊക്കെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളുടെ ഒരു ഫോക്കസ്, കോൺസെൻട്രേഷനൊക്കെ കൂടാൻ നല്ലതാണ് ഈ മുദ്ര. പക്ഷെ അത് എപ്പോഴും അത് പരിശീലിച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് പരിശീലിച്ച് അത് കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് വെറുതെ കുറച്ച് നേരമൊക്കെ നാവ് ഒന്ന് മുകളിൽ മുട്ടിച്ചതിന് ശേഷം കയ്യിൻ്റെ ഉള്ളിൽ ഒന്ന് ടച്ച് ചെയ്യുക. വെറുതെ ജസ്റ്റ് ടച്ച് or aware of your palm center and bring your hands up front side and inhale and exhale slowly and comfortably. Abdominal breath ആയിരിക്കണം. ശ്വാസം എടുക്കുമ്പോൾ വയറിലേക്ക് എടുക്കണം, ശ്വാസം വിടുമ്പോൾ വയറ് കംപ്ലീറ്റ് എംപ്റ്റി ആവണം. ഇതുപോലെയാണ്. അപ്പോൾ എന്നിട്ട് ആ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് കക്ഷം ഇറുക്കി പിടിക്കാത്ത പിറ്റ് ഷുഡ് ബി ഓപ്പൺ. ദെൻ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ദെൻ സാവധാനം കൈ അടുത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ പുറകോട്ടും ചലിപ്പിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം ശ്രദ്ധയോടുകൂടി, വളരെ ഫോക്കസ്ഡ് ഒന്നുമില്ല, വെറുതെ ഈസി ആയിട്ട് റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി. കൈ ഇങ്ങനെ അടുത്ത് വരാൻ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് കൈകളിൽ കൂടെയും ഒരു എനർജി ക്ലബ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു ഫോഴ്സ് നമുക്ക് മാഗ്നറ്റ് പോലെ ഫീൽ ചെയ്യും. ഇത് നമ്മുടെ ഉള്ളിലെ ശരീരത്തിലെ ഊർജത്തിൻ്റെ മൂവ്മെൻറ്റുകളെ നമ്മളെ ഈ ഹാൻഡ് മൈനർ ചക്രയിൽ കൂടെ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഈ ടച്ച് ചെയ്യാൻ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ വസ്തുവിനെയും നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാം. ഉദാഹരണത്തിന് വീട്ടിൽ കൊണ്ടുവന്ന പച്ചക്കറികൾ വളരെ ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. നമുക്ക് ഈ ചില ഫാക്കൽറ്റീസ് ഡെവലപ്പ് ചെയ്താൽ, ഇത് ടെക്നോളജി ഓഫ് ഫീലിംഗ് സട്ടിൽ എനർജി വർക്ക്ഷോപ്പ് നമ്മൾ പഠിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിൽ നല്ല ഊർജ്ജമാണോ, പോസിറ്റീവാണോ, ഇതിൽ വിഷം ചേർന്നിട്ടുണ്ടോ, അതായത് പെസ്റ്റിസൈഡ്സ് ചേർത്തിട്ട് ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് പെസ്റ്റിസൈഡ്സ് ഇട്ട് വിൽക്കുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള പല കച്ചവടങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇത് നല്ലതാണോ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്കിങ്ങനെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ എനർജിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ചോദ്യം കൃത്യമാണെങ്കിൽ ഉത്തരവും കൃത്യമായിട്ട് കിട്ടും. പല തരത്തിലുള്ള ചിന്തകളല്ല. നമ്മുടെ ചോദ്യം എന്തായിരിക്കണം? ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങാൻ പോവുകയാണ്, 2-3 മൊബൈലുകൾ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. എല്ലാതും ഒന്നിനൊന്ന് മെച്ചം, ബഡ്ജറ്റിന് താങ്ങുന്നതാണ്. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന സന്ദർഭം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടിലൊരു കല്യാണം വരികയാണ്, അപ്പോൾ ആ ഫാമിലിയെക്കുറിച്ച് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കൈകളുടെ ഒരു ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്തിട്ട് സ്കാനിങ് എന്ന് പറയുന്നതിന്, ഫീലിംഗ് ദ ടെക്നോളജി ഓഫ് സബ്റ്റിൽ എനർജി, ഇത് നല്ലതായിരിക്കുമോ, അത് എൻ്റെ മകൾക്ക് ഇത് ചേർന്നതായിരിക്കുമോ,
അല്ലെങ്കിൽ എൻ്റെ മകൻ ഈ കോളേജിൽ ചേർക്കുന്നതാണോ ആ കോളേജിൽ ചേർക്കുന്നതാണോ നല്ലത്. നമ്മൾ മാനുവലി ഫിസിക്കലി എല്ലാ അന്വേഷണങ്ങളൊക്കെ നടന്നിട്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് വരുമ്പോൾ ഇതിൽ ഏറ്റവും മികച്ചതിനെ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ വിദ്യ പഠിച്ച് പരിശീലിക്കാവുന്നതാണ്. നാവ് മടക്കി വെച്ച് അതൊക്കെ സ്കാൻ ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം അതിനെ സ്കാൻ ചെയ്തിട്ട് ഇത് നല്ലതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എനർജി പ്രഷർ കിട്ടട്ടെ എന്നാണ് നമ്മൾ ചോദ്യം. അങ്ങനെയാണ്. ഇവിടെ അപകടമൊന്നുമില്ല, ഈ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്തത് നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ള ചോദ്യം എന്താണോ ആ ചോദ്യത്തിനനുസരിച്ച് കൃത്യമായ ഉത്തരം നമുക്ക് ലഭ്യമാകും. ഈ പച്ചക്കറിയിൽ പെസ്റ്റിസൈഡ്സ് ചേർന്നിട്ടുള്ളതാണോ, ആണെങ്കിൽ എനിക്ക് അതിൽ നിന്നുള്ള അതിൻ്റെ ഊർജം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് എൻ്റെ കയ്യിൽ ഫീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കയ്യിൽ നമുക്കത് ഫീൽ ചെയ്യും. ഇനി അപ്പോൾ അത് പെസ്റ്റിസൈഡ്സ് അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ ഓർഗാനിക്കായിട്ട് വളർത്തിയിട്ടുള്ളതാണെങ്കിൽ അതിൽ ചീത്ത ഊർജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ, പെസ്റ്റിസൈഡ്സ് ഇല്ല എന്നുള്ളത് നമ്മുടെ കയ്യിൽ അത് അങ്ങനെ ഫീൽ ചെയ്യും. ഇങ്ങനെ ജീവിതത്തിലെ ഒരു ജോലിയിൽ, ഒരു പ്രൊമോഷനിൽ, ബിസിനസ്സിൽ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കൈകളിലുള്ള നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ തിരിച്ചറിയുക. ഈ കഴിവുകൾ തമ്മിൽ ഉറങ്ങി കിടക്കുകയാണ്, അതിനെ ഉണർത്തിയെടുക്കുകയാണ് ഈ യോഗിക് സയൻസുകളിൽ കൂടെയൊക്കെ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഈ റിസർച്ചുകളൊക്കെ ഈ ഗുരുക്കന്മാർ ചെയ്ത് അവർ കണ്ടെത്തിയ, പലതവണ പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയതാണ് നമുക്കൊക്കെ അത് വിദ്യയായിട്ട് പകർന്നു തരുന്നത്. ഇത് വളരെ ലളിതമായി ചെയ്യാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ മാറ്റിമറിക്കാനായിട്ട്, കൃത്യമായി കണ്ടെത്താനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ ദ ടെക്നോളജി ഓഫ് ഫീലിംഗ് സബ്റ്റിൽ എനർജി നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അത് വേണോ അത് വേണ്ടേ. ഇപ്പോൾ നമ്മളൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഈ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്ങുകൾ കിട്ടുകയാണ്. നമുക്ക് അതിൻ്റെ മണം പോലും അറിയാൻ പറ്റും എനർജിയുടെ. അതുപോലെ തന്നെ അതിൻ്റെ ഫീലിംഗ് നമുക്കറിയാനായിട്ട് സാധിക്കും. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഫീലിംഗ്, മണം അറിയാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ. അത് പരിശീലനം ചെയ്യുമ്പോൾ നമുക്കൊരു എനർജിയെ നമുക്കെടുത്തിട്ട് അതിനെ രുചിച്ച് നോക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതൊക്കെ ഈ പരിശീലനത്തിൽ കൂടെ, ഇതും ഒരു 6-7 അവേഴ്സിൻ്റെ പദ്ധതിയാണ്, കോഴ്സാണ്. അപ്പോൾ ഇത് പഠിച്ച് പരിശീലിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് പരിശീലിക്കാവുന്നതാണ്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഒരു 6-7 അവേഴ്സ് കോഴ്സുണ്ട് ഒരു ദിവസം, അതിന് വേണ്ടി വരും. എന്നിട്ട് അത് പരിശീലനം നിങ്ങൾക്ക് വ്യത്യസ്തമായ തരത്തിൽ അതിനെ പഠിച്ച് പരിശീലിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. വളരെ എഫക്റ്റീവ്ലി മറ്റു പല കാര്യങ്ങളും, അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് ശരിയാവുമോ, ഇത് ആണോ നല്ലത്, ഏത് മേഖലകളിലും നമുക്കിത് ഉപയോഗിക്കാം. ഹീലിംഗ് സമ്പ്രദായങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഹീലിങ്ങിൽ ഈ യോഗപ്രാണവിദ്യയുടെ സ്കാനിങ് എബിലിറ്റി നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അതിലുപയോഗിക്കുന്നത് നമ്മുടെ ഓരോ ഓർഗൻ എവിടെയാണോ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അവിടെ അസുഖത്തിൻ്റെ ചീത്തയായിട്ടുള്ള ഊർജത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, അവിടെ ഊർജത്തിൻ്റെ കുറവുണ്ടോ, ഇതൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് ഓറ എവിടെയാണ് നിൽക്കുന്നത്, ചക്രകൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് അവയവത്തിനാണ് പ്രശ്നങ്ങളുള്ളത്, ഏത് ചക്രയിലാണ് ഓവർ ആക്റ്റീവായിട്ട് ചീത്ത ഊർജത്തിൻ്റെ അക്യൂമുലേഷൻ ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന രീതി ഹീലിംഗ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്. ഇതൊരു സെപ്പറേറ്റഡ് ഹീലിംഗുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് അവരവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളെയും ഈ യോഗിക് എബിലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട്, സ്കാനിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഈ ഫീലിംഗ് ദ ടെക്നോളജി ഓഫ് സട്ടിൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ നന്മയിലേക്ക് തിരഞ്ഞെടുക്കാൻ, ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നു. ഇത് പഠിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വമുള്ള നന്ദി.